ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നേ ഞങ്ങളുടെ പേരക്കുട്ടിയെയും കൊണ്ട് അന്ധകാരനാഴി ബീച്ചിൽ പോയ ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, വളരെ ഭംഗിയല്ലേ ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണുവാനായിട്ട്. കണ്ടോ, ഞങ്ങളുടെ മൂത്ത മോളുടെ കുട്ടിയാണ് ഹന്ന ഏഞ്ചൽ ജോജോ. അവൾക്കൊത്തിരി ഇഷ്ടമാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങാനും അതുപോലെ ബീച്ചിൽ. കുട്ടികൾക്കൊക്കെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിറങ്ങി. എൻ്റെ മോള് പിങ്കി പറഞ്ഞാൽ ഞാൻ ഇറങ്ങാറില്ല. കൊച്ചിന് വേണ്ടിയിട്ട്, കൊച്ചിന് കൂട്ടത്തിൽ ഇറങ്ങുവാനായിട്ട് ആരും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി. കാലൊക്കെ നനയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, അവധി ദിവസമല്ലേ, വെക്കേഷനല്ലേ കുട്ടികൾക്കൊക്കെ. ഒത്തിരി കുട്ടികളും അവരുടെ പേരൻസും അതുപോലെ എല്ലാവരും വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു അസ്തമയത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയത്. അത്യാവശ്യം നല്ല തിരകളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. അറിയാമല്ലോ, ബീച്ചിൽ പോയാലുള്ള അനുഭൂതി എല്ലാവർക്കും അറിയാമല്ലോ. വളരെ സന്തോഷമായിട്ട് അന്ന ബീച്ചിൽ നിൽക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. ഏഞ്ചൽ ജോജോയാണ്. അങ്ങോട്ട് ഇരിക്കുന്നേ. ഒത്തിരി കുഞ്ഞിക്കുട്ടികളൊക്കെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയും പതയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പേരൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും അത് ഇച്ചിരി റിസ്ക്കാണ് അല്ലേ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിറങ്ങിക്കണം. വെക്കേഷൻ കാലമായത് കാരണം ധാരാളം കുട്ടികൾ വൈകുന്നേര സമയങ്ങളിൽ അവരുടെ പേരൻസിൻ്റെ കൂട്ടത്തിൽ ബീച്ചിൽ ആസ്വദിക്കാനായിട്ട് എത്താറുണ്ട്. ഇന്ന് ബീച്ചിനോട് ചേർന്ന് നമ്മളുടെ മുളക് ബജ്ജിയും കായ് ബജ്ജിയും മുട്ട ബജ്ജി അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെറിയ ചെറിയ കടകൾ കെട്ടി ബീച്ചിനോട് ചേർന്നൊക്കെ ഉണ്ടാകും. അതൊക്കെ എല്ലാവരും തന്നെ കഴിച്ച് ആസ്വദിക്കാറുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അവിടെ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ടേസ്റ്റ് കുറവാണെങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷമാണ് ബീച്ചിനരികിൽ നിന്നും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. ഞങ്ങളും അതൊക്കെ കഴിച്ചു ആണ് തിരിച്ചു പോകുന്നത്. അതിൻ്റെ ഫോട്ടോസാണ്. വൈകുന്നേരം രാത്രി സമയമായത് കാരണം അത്ര ക്ലിയർ ഇല്ല, എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ഞങ്ങളുടെ ഹന്ന ഏഞ്ചൽ ജോജോ കുട്ടി. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.